കോവിഡിന്റെ പുതിയ വകഭേദം വ്യാപിക്കുന്നു. XFG എന്നാണ് പുതിയ വകഭേദത്തിന്റെ പേര്. ഇതുവരെ 163 പേരിലാണ് ഈ വകഭേദം കണ്ടെത്തിയത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 769 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതോടെ ഇന്ത്യയിൽ സജീവമായ കോവിഡ് കേസുകളുടെ എണ്ണം 6000 കടന്നു. റീകോംബിനന്റ് XFG വകഭേദത്തിൽ 4 പ്രധാന സ്പൈക്ക് മ്യൂട്ടേഷനുകൾ ഉണ്ട്. കാനഡയിൽ വകഭേദം സ്ഥിരീകരിച്ചതിനു ശേഷം ആഗോളതലത്തിൽ കോവിഡ് അതിവേഗം വ്യാപിച്ചതായി ദി ലാൻസെറ്റ് ജേണലിലെ ഒരു ലേഖനം പറയുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ XFG കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 89 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. തൊട്ട് പിന്നിൽ തമിഴ്നാട് 16 കേസുകൾ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 15ഉം ഗുജറാത്തിൽ 11ഉം ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ 6 കേസുകൾ വീതവും റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 159 കേസുകൾ മെയ് മാസത്തിലും ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ 2 വീതം കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. ഗുജറാത്ത്, കർണാടക, ബംഗാൾ, ഡൽഹി എന്നിവിടങ്ങളിലും പ്രതിദിന രോഗികൾ കൂടുതലാണ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.